എടാ ഫ്രേസൽ വെർബിന്റെ ചോദ്യം 4 മാർക്കിന് ഇതാണ് ഈ വരിക എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരിക അല്ലേ. അപ്പോൾ ഓരോ ചാപ്റ്റർ നോക്കും നിങ്ങൾ. ഹോഷ്കോമിന്റെ ചാപ്റ്റർ ഇല്ലേ, ആ ഹോഷ്കോമിന്റെ ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ. കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഫ്രേസൽ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. അപ്പോൾ നോക്കൂട്ടാ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത് ഹോഷ്കോം ഡാഷ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇത് എഴുതുന്ന സമയത്ത് ഓരോ വേർഡിന്റെയും മീനിങ് നമ്മൾ ഇവിടെ എഴുതി വെക്കണം കേട്ടോ. ഗോ ഓൺ എന്ന അർത്ഥം മക്കളെ പറ കണ്ടിന്യൂ തുടരുക അല്ലേ. ഞാൻ ഇവിടെ വേറെ കളർ മാറ്റി ചെയ്തിട്ടുണ്ട്, നോക്കൂ. കണ്ടിന്യൂ തുടരുക തുടരുക. ക്ലിയർ. ഗിവ് അപ്പ് പറഞ്ഞ അർത്ഥം മക്കളെ പറ അബാൻഡൺ. അർത്ഥം എന്താ അബാൻഡൺ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ടേക്കൺ ബാക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പറ ഷോക്ക് അല്ലെങ്കിൽ സർപ്രൈസ് ആവുക. പുട്ടപ്പ് വിത്ത് എന്ന അർത്ഥം എന്താ ടോളറേറ്റ്, സഹിക്കാൻ പറ്റുക അല്ലെ, സഹിക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥം. സെറ്റ് ഔട്ട് പറഞ്ഞാലോ സ്റ്റാർട്ട് എ ജേണി. എന്താ വന്ന് പറ സ്റ്റാർട്ട് എ ജേണി. ഇങ്ങനെയാണ് നമ്മുടെ ഈ അർത്ഥം ആദ്യം എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഉത്തരത്തിൽ നോക്കും നിങ്ങൾ. ഹോഷ്കോം ഡാഷ് ടു ടാവേൺ അല്ലെ, ടാവേണിലേക്ക് അവൻ എന്ത് പറ സ്റ്റാർട്ട് എ ജേണി, യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇവിടെ ഏതാ വന്ന് പറ സെറ്റ് ഔട്ട്. ഉത്തരം ഏതാ വന്ന് മക്കള് സെറ്റ് ഔട്ട്, സെറ്റ് ഔട്ട്. ക്ലിയർ അല്ലേ. ദെൻ one day determined to clear his name. അവന്റെ പേര് അവൻക്ക് ക്ലിയർ ചെയ്യണം അല്ലേ. he was അവനായിരുന്നു dash when a group of villagers still doubted him. അപ്പോൾ അവൻ he was അവനായിരുന്നു. അവൻ എന്തായിരുന്നു പറ അവൻ taken aback, അവൻ ഞെട്ടിയില്ലേ. taken aback അവൻ എന്ത് ചെയ്തു പറ taken aback അവൻ ഞെട്ടി. when a group of villagers still doubt him ഇപ്പോഴും ഒരുപാട് ആളുകൾ അവൻ ഡൗട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ ഞെട്ടിട്ടോ. they dash mocking and laughing ല്ലേ. അവർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് പറ mocking and laughing കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വന്നത് മക്കളെ പറ go on. അവർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ടു പ്രൂവ് ഹിസ് ഇന്നസെന്റ് ഹി കുഡ് നോട്ട് അവനക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല പറ കുഡ് നോട്ട് ഡാഷ് ദെയർ ക്രൂവൽ റിമാർക്സ്. അവനക്ക് അവരുടെ അല്ലെ ടോളറേറ്റ് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഉത്തരം ഏതാ വന്ന് പറ പുട്ട് അപ്പ് വിത്ത്. ഉത്തരം ഏതാ വന്ന് മക്കളെ പറ പുട്ട് അപ്പ് വിത്ത്. ക്ലിയർ അല്ലേ. ശ്രദ്ധിക്കുക. ദെൻ ഫൈനലി നോക്കൂ. ബട്ട് ഹി റെഫ്യൂസ്ഡ് ടു അവൻ എന്ത് ചെയ്തു നിരസിച്ചു. ടു ഡാഷ് പ്രൂവിങ് ഹിസ് ഹോണസ്റ്റി അല്ലേ. സി അവൻ ഉപേക്ഷിച്ചു എന്താണ് പറ ഗീവ് അപ്പ്. അവൻ ഉപേക്ഷിച്ചു എന്ത് പറ പ്രൂവിങ് ഹിസ് ഓണസ്റ്റി. അപ്പൊ സാറേ ആൻസർ എഴുതുന്ന ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ എഴുതി വെക്കേണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എ ബി സി ഡി അല്ലേ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആൻസർ എഴുതി വെക്കേണ്ടത്. എൻ്റെ ആൻസർ എന്താണ് കൊടുത്തത് സെറ്റ് ഔട്ട് അല്ലേ. സെറ്റ് ഔട്ട്. കുറെ ആളുകൾ കാണാം അത് കംപ്ലീറ്റ് എഴുതി വെക്കണത് വേണ്ടട്ടോ. ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. അടുത്തത് വേറൊരു ചാപ്റ്റർ ആണ്. ഏതാണ് ബിലൗഡ് ബോയ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേടാ. കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദി ഇഡിയംസ് ഓൾ ഫ്രേസൽ വെർബ്സ് അല്ലേ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റിൽ കൊടുത്തുള്ളത്. അപ്പം നമുക്ക് അതിന്റെ വേർഡ് മീനിങ് നോക്കാം. നോക്കൂ നിങ്ങൾ. ഗെറ്റ് ഓവർ. എന്താ ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ റിക്കവർ അല്ലെ റിക്കവർ. ദെൻ ലുക്ക് ഡൗൺ. എന്താ ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ പുച്ഛം അല്ലെ പുച്ഛം. നമ്മൾ ഒരാളോട് തോന്നുന്ന പറ പുച്ഛത്തിനാണ് ലുക്ക് ഡൗൺ എന്ന് പറയാം കേട്ടോ. ദെൻ കം അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ്. മേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാക്കുക മേക്ക് ചെയ്യുക. ടേക്കൺ ബാക്ക് പറഞ്ഞത് ഷോക്ക് ആവുക എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. അതോ മീനിങ് ഒക്കെ നമ്മളോട് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നമുക്ക്. ദ സ്റ്റുഡന്റ് വാസ് ഡാഷ് അല്ലെ. സ്റ്റുഡന്റ് എന്ത് പറ ഡാഷ് അവൻ എന്തോ ആയി. വെൻ ഹി റിയലൈസ്ഡ് ദാറ്റ് ദ ലേഡി ഹാഡ് ക്രിയേറ്റഡ് ആൻ ഇമാജിനറി ലവർ. ആ ലേഡി ഒരു ഇമാജിനറി ലവറിനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു പറ ഞെട്ടി. അപ്പോൾ ഇവിടെ ഏതാവെന്ന് പറ ടേക്കൺ ബാക്ക്. ഉത്തരം ഏതാവെന്ന് പറ ടേക്കൺ ബാക്ക് എന്ന് പറയുന്ന ഉത്തരം വന്ന് ഞെട്ടിപ്പോയിട്ടോ. നോക്കൂ. ഫ്രം ഹെർ എക്സ്ട്രീം ലോൺലിനെസ് ഏർലിയർ ഹി ഹാഡ് ഓൾവേസ് ഡാഷ് അല്ലേ. അവൻക്ക് അവളോട് എപ്പോഴും ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു പറ പുച്ഛണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വന്ന് പറ ലുക്ക് ഡൗൺ. ഉത്തരം ഏതാ വന്ന് പറ ലുക്ക് ഡൗൺ ട്ടോ. ലുക്ക് ഡൗൺ എന്ന് പറയുന്ന സാധനം വന്നത്. ക്ലിയർ. ദെൻ നോക്കിക്കോളൂ. നൗ ഹി സ്ട്രഗിൾഡ് ടു. ഇപ്പൊ അവൻ എന്ത് ചെയ്തു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്തിനു പറ ടു ഗെറ്റ് ഓവർ അല്ലേ. ദ ഗിൽറ്റ് ടു ഗെറ്റ് ഓവർ അതിന് കഴിച്ചിലാവാൻ വേണ്ടിയിട്ട്. ദ ഗിൽറ്റ് ഓഫ് ഹാവിങ് ഇഗ്നോർഡ് ദ ഹെർ പെയിൻ. ഹി ഫൈനലി understood how deeply she felt her isolation. Determined to അവൻ തീരുമാനിച്ചു എന്തിനു പറ to make it up അല്ലേ. to make it up her to make it up. നോക്കൂ ടു മേക്ക് ഇറ്റ് അപ്പ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിന് ടു ഹെർ അവൾക്ക് വേണ്ടിയിട്ട്. ഹി സോൾവ്ഡ് ടു ട്രീറ്റ് ഹെർ വിത്ത് ജെനുവിൻ കൈൻഡ്നെസ് ആൻഡ് റിപ്പീറ്റ് അല്ലേ. നോക്കൂ നിങ്ങൾ ഇവിടെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക അതിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേക്കൺ ബാക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഷോക്ക് ആവുക സർപ്രൈസ് ആവുക. ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ പറ പുച്ഛം കണ്ടംപ്റ്റ് പുച്ഛാണ് അല്ലേ. ദെൻ ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ റിക്കവർ ഫ്രം ഓവർകം എന്നൊക്കെ പറയില്ലേ. മേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ പറ നോക്കൂ മീനിങ് പിന്നെ കോമ്പൻസേറ്റ് ഫോർ ദി പാസ്റ്റ് മിസ്റ്റേക്ക് ഓർ അല്ലേ നമ്മൾ മേക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന അർത്ഥമല്ലേ കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതുപോലുള്ള ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഫ്രേസൽ വെർബിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ഇത് ചെയ്തു വെച്ചോ. കാര്യം ഇതിനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ ഇന്ന് കൃത്യം 7:30 മണിക്ക് വരുന്നുണ്ട്. ലൈവിലേക്ക് ഫ്രണ്ട്സിനെയും കൂട്ടി വായോ. അവിടെ വെച്ച് കാണാം.